നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഒരു സെറ്റ് സാരി അല്ലെങ്കിൽ ഒരു സെറ്റ് മുണ്ട് ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. ഒരുപാട് സ്കിൽസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നും. പക്ഷെ നമുക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെവിക്രിലിന്റെ അക്രലിക് പെയിന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫാബ്രിക്കേഡേയും അക്രലിക് പെയിന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലും നമ്മൾ ഫെവിക്രിലിനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ബ്രഷസ് ആണ്. അപ്പോൾ മെയിനായിട്ട് 2 ബ്രഷാണ് നമുക്ക് വേണ്ടത്. ഒന്ന് ഇതുപോലത്തെ പോയിന്റ് ആയിട്ടുള്ള ബ്രഷ് വേണം. നമുക്ക് ഔട്ട്ലൈൻ ഒക്കെ കൊടുക്കാനാണ് ഇതുപോലത്തെ പോയിന്റ് ആയിട്ടുള്ള ബ്രഷ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഫ്ലാറ്റ് ബ്രഷ് ആണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് ബ്രഷ് അങ്ങനെ മസ്റ്റ് ഒന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഈ ഒരു പോയിന്റഡ് ബ്രഷ് കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ ഭയങ്കര വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ബ്രഷ് എന്തായാലും മസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു സിമ്പിൾ ഡിസൈൻ ആണ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ഒറ്റ ബ്രഷ് ആയാലും മതി, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിൽ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പെയിന്റ് മാത്രം നമ്മൾ ആദ്യം എടുത്താൽ മതി. അതായത് ഇതുപോലെ നമ്മളൊരു പാലറ്റിൽ ഇങ്ങനെ ആവശ്യത്തിനുള്ള കുറച്ച് ഡ്രോപ്സ് മാത്രം ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ നമ്മളിതിൽ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. കണ്ടറിയാം ഇതങ്ങനെ ഒഴുകി പോകണമൊന്നുമില്ല. ഇതിങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ആസ് നമ്മൾ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ പെയിന്റ് പെട്ടെന്ന് അങ്ങനെ ഉണങ്ങിപ്പോകും, അങ്ങനെയൊന്നുമില്ല. നമുക്ക് അപ്പോൾ ഇതിൽ ഒഴിച്ചതിന് ശേഷം നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ബോട്ടിലിന് ഇതുപോലെ ഒരു ബോട്ടിലിന് നമുക്ക് വില വരുന്നത് 20 രൂപയാണ്. പക്ഷേ ഇത് നല്ല പെയിന്റ്സ് ആണ്. അതുപോലെ തന്നെ അങ്ങനെ വാഷ് ചെയ്താലൊന്നും അങ്ങനെ പോകുന്നില്ല. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടൊന്നും നമ്മൾ വാഷ് ചെയ്യാൻ പാടില്ല. നമ്മൾ കൈ കൊണ്ട് മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇത് ഏകദേശം നമ്മൾ ചെയ്തിട്ട് ഒരു 7 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മളിത് വാഷ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം, നമ്മൾ നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മളിത് ഉടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ റിവേഴ്സ് സൈഡിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയിൽ ഇത് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ന്യൂസ് പേപ്പർ ഇതിന്റെ താഴെ വിരിച്ചതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ നമ്മൾ ഉണങ്ങാനായിട്ട് വെക്കുമ്പോൾ ഏകദേശം ഒരു ഫുൾ ഡേ നമ്മൾ ഉണക്കാൻ വെക്കുകയാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് ഉണങ്ങി കിട്ടും, പക്ഷെ ഒരു ഫുൾ ഡേ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഫുൾ ഡേ ഇത് വെക്കുമ്പോൾ നമ്മൾ ചിലപ്പം പിറ്റേ ദിവസം നമ്മൾ നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഈ ന്യൂസ് പേപ്പറും ഈ തുണി നമ്മൾ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ നമ്മളത് ന്യൂസ് പേപ്പർ ഡിറ്റാച്ച് ചെയ്യുമ്പോൾ അത് കീറിപ്പോവും, പേപ്പർ കീറിപ്പോവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ജസ്റ്റ് ആ ന്യൂസ് പേപ്പറായിട്ടൊന്ന് ഡിറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ന്യൂസ് പേപ്പറിൽ വെക്കാൻ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം എടുക്കുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഒട്ടി പോകുന്നില്ല. ഓക്കെ, പിന്നെ ഇതിന്റെ ഡിസൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്കിത് ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് ഒരു പാറ്റേൺ നമുക്ക് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് ഇങ്ങനെ ട്രേസ് ചെയ്തെടുത്തിട്ടും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യണ ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് എല്ലാം ഒരുപോലെ കിട്ടും. അതേസമയം നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൈസും ഷേപ്പും ഒക്കെ ഡിഫറെന്റ് ആയിട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ ടൈമും പോകും. പിന്നെ നമ്മൾ ഇതിൽ ഞാൻ ട്രേസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് മുണ്ട് ആയതുകൊണ്ട് നമുക്ക് ഒരു പേപ്പറിൽ നമുക്കിത് വരച്ചെടുത്തിട്ട് അതിൻ്റെ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം സ്കെച്ച് പെൻ കൊണ്ട്. എന്നിട്ട് നമ്മൾ സെറ്റ് സാരിയുടെ താഴെ വെക്കുക, മുണ്ടിൻ്റെ താഴെ നമ്മൾ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമ്മൾ സ്കെച്ച് കൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് അതിന് മുകളിലൂടെ നമ്മൾ പേന കൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. പേന വേണമെന്നില്ല, നമുക്ക് പെൻസിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഞാൻ പേനയാണ് യൂസ് ചെയ്യുന്നത്, കാരണം അത്രയും ഷാർപ്പാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലൂടെ നമ്മൾ ബ്ലാക്ക് കളർ കൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ പേനോട് വരച്ചൊന്നും കാണത്തില്ല. നമ്മൾ സാധാരണ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ യെല്ലോ കാർഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ട്രേസ് ചെയ്തെടുക്കും. എന്നിട്ട് അതിന് മുകളിലൂടെ വരയ്ക്കുകയാണ് ചെയ്യാം. നമുക്കിനിയിപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് വിചാരിക്കാം. ഇപ്പം നമ്മുടെ ഇപ്പോൾ പുതിയ സാരിയാണ്, നമുക്ക് അതിൽ പരീക്ഷിച്ച് നോക്കാൻ പറ്റില്ല, പേടിയുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇതുപോലെ ലൈനിങ്ങിന്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, വലിയ വിലയൊന്നും ഉണ്ടാവില്ല. നമുക്ക് 1 മീറ്റർ ഒന്നും വേണ്ട, വളരെ കുറച്ച് മതി. അപ്പോൾ അത് നമ്മൾ അല്ലെങ്കിൽ ഒരു ക്രീം കളറിൽ ഒരു തുണി എടുക്കുക. ഏറ്റവും നല്ലത് ലൈനിങ്ങിന്റെ ഒരു മെറ്റീരിയൽ, കാരണം കനം കുറഞ്ഞതാണ്. നമ്മുടെ സെറ്റ് മുണ്ടും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കി. ആദ്യം ഞാനിങ്ങനെ റഫായിട്ടൊന്ന് വരച്ചു, ഒരു ഔട്ട്ലൈൻ കൊടുത്ത് നോക്കി. എന്നിട്ട് നമ്മളിതിൽ കളേഴ്സ് വെച്ച് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ആദ്യം മെറൂണാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് മെറൂൺ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമുക്ക് ഇത് നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു ഭംഗി അറിയുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ 2-3 ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ബ്ലൂ വെച്ച് കൊടുത്ത് നോക്കി, പിന്നെ ഇവിടെ ഗോൾഡൻ വെച്ച് കൊടുത്ത് നോക്കി. ഇവിടെ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കാനാണ് ചെയ്തത്, ജസ്റ്റ് നമുക്കൊന്ന് ആ ഒരു ഭംഗി അറിയാൻ വേണ്ടി, ഏതാണ് ഭംഗി വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ റഫായിട്ട് ഇങ്ങനെ ഈ ലൈനിങ് മെറ്റീരിയൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ അവസാനം നമ്മുടെ ഒരു പാറ്റേൺ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വെച്ച് നമ്മുടെ സ്വന്തം സാരികളൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പീകോക്കിൻ്റെ ഡിസൈൻ നമ്മൾ റഫായിട്ട് നമ്മളിങ്ങനെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന്ന് തന്നെ നമ്മൾ ഇപ്പുറത്തെ ബാക്കിലും ഇതുപോലെ ചെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന 2 മൈലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് റൈറ്റ് സൈഡും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഷേപ്പൊക്കെ കറക്റ്റായിട്ട് സൈസൊക്കെ കറക്റ്റായിട്ട് കിട്ടും.
ഇപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്രഷ് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രഷ് വെക്കുമ്പോൾ ഇതുപോലെ വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ വീണാൽ അത് പെയിൻ്റായി പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വെക്കുക. പിന്നെ പെയിൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് പെയിൻ എടുക്കാനുള്ള എന്തെങ്കിലും പാത്രമോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. പിന്നെ ഇതിൽ ഒരു ഗ്ലാസ് വെള്ളമാണ്. നമുക്ക് ജസ്റ്റ് ഇതുപോലെ ബ്രഷൊക്കെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഡിഫറെൻറ്റ് കളേഴ്സാണല്ലോ എടുക്കുന്നത്. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം എക്സസ് വാട്ടർ കളഞ്ഞിട്ട് ഇതുപോലെ ടിഷ്യൂലൊന്ന് നമ്മളിങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ അടുത്ത പെയിൻറ്റിൽ മുക്കാനായിട്ട്. ഓക്കെ, നമ്മൾ 2 മൈലിന് ഇതുപോലെ വരച്ചെടുത്ത് നമ്മളിങ്ങനെ പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് കളർ നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ കൊടുത്ത ഒരു ഔട്ട്ലൈൻ, ആ ബ്ലാക്ക് കളറുള്ള ഔട്ട്ലൈൻ ഒന്നും കൂടി നമ്മൾ ബ്ലാക്ക് കളർ കൊണ്ട് തന്നെ ഒന്നും കൂടി നമ്മൾ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്തപ്പം ചെറുതായിട്ട് ആ ബ്ലാക്ക് കളറിന് മുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ആയ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഒന്ന് അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്നൊരു ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ലൊരു ഭംഗിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.